റിലേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സ് തുറന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സംസാരിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ ആ ഒരു പേഴ്സണ് പാസ്റ്റ് വൂൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളിലാണ്. അപ്പോൾ അതെപ്പോഴും പുള്ളീനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് അയാൾക്ക് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പേടിച്ചിട്ടും അതിൻ്റെയൊക്കെ ആ ഒരു വൂണ്ടൊക്കെ ഉള്ളതും കൊണ്ടൊക്കെയാണ് അയാൾ വലുതായിട്ടൊന്നും ഓപ്പൺ ആവാതെയും നോർമൽ രീതിയിൽ, അതായത് ലൈഫിൽ കുറേയൊക്കെ ചിലപ്പോൾ കൊച്ചിലേക്ക് സഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഒരു കാമായിട്ട് ഓക്കെ എന്തായിക്കോട്ടെ സാരമില്ല എന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വ്യക്തി അത് ഫുള്ളി ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ആ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാര്യം അത് തന്നെയാണ്. മര്യാദ സംസാരിക്കുന്നില്ല, എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്നില്ല. അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിനായിട്ടും വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് ആ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് വൂൺസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇതൊരു സോൾമേറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളും മ്യൂച്വൽ എന്താ പറയുക റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലൊരു പേടിയുണ്ട്, ഇട്ടിട്ട് പോകുമോ എന്താവും, ഇത് രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഓപ്പണായി സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്താണ് ഒരാൾക്ക് ഇനി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പോകുമോ എന്നൊരു പേടിയാണ്. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കാനുള്ള ഒരു എനർജിയോ അങ്ങനത്തെ ഒരു വിചാരങ്ങളോ ഒന്നുമില്ല. അത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനും പേടിയും ഒക്കെയാണ്. അപ്പോൾ വെറുതെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രോബ്ലങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുന്നത്. അതല്ലാതെ രണ്ടുപേർക്കും ഒരാൾക്ക് സ്നേഹക്കുറവ്, ഒരാൾക്ക് സ്നേഹക്കൂടുതൽ അങ്ങനെയൊന്നുമില്ല. രണ്ടുപേർക്കും ഒരേപോലെയാണ് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക പരിശ്രമിക്കുക. ഓരോ കാര്യങ്ങളും ക്ഷമ വേണം. നല്ല രീതിയിൽ ഭാവിയെപ്പറ്റി ഒരുപാട് സ്വപ്നം കാണുക. നല്ല രീതിയിൽ ക്ഷമ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പേടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പേടിയുണ്ട്. ആ പേടി കാര്യങ്ങളൊക്കെ മാറ്റും. ഇതൊരു സോൾമേറ്റ് എനർജി യൂണിയനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പോകുന്നൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. രണ്ടുപേർക്കും ഈക്വലായിട്ട് ഇഷ്ടം തന്നെയുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.